പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലേക്ക് കൂടി കടന്നു വരുന്നതിനായിട്ടുള്ള അനുഗ്രഹം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ഈ പ്രഭാതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടചരാചരങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് പാടിപ്പുകഴ്ത്താം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് രോഗികളായിട്ട് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട എല്ലാ ക്യാൻസർ രോഗികളെയും ഈ പ്രഭാത വിരുന്നിൽ നമുക്ക് സമർപ്പിക്കാം. അവരുടെ രോഗസൗഖ്യത്തിനും പൂർണ്ണ ആരോഗ്യത്തിലേക്കും തിരിച്ചു വരുന്നതിനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി അവരെല്ലാവരെയും സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും മനുഷ്യൻ്റെ മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറുന്നതുമാണ്. ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരുന്നതിനും നമ്മെ മാനസാന്തരപ്പെടുത്തുന്നതിനും ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതിനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവവചനം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടും യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ആദ്യം മുതൽ നിങ്ങൾ കേട്ടിരിക്കുന്ന സന്ദേശം ഇതാണ്: നാം പരസ്പരം സ്നേഹിക്കണം. തിന്മയുടെ സന്തതിയും സഹോദരനെ കൊന്നവനുമായ കായലിനെ പോലെയാകരുത്. എന്ത് കാരണത്താലാണ് അവൻ സഹോദരനെ കൊന്നത്? തൻ്റെ പ്രവൃത്തികൾ ദുഷിച്ചതും തൻ്റെ സഹോദരൻ്റെ പ്രവൃത്തികൾ നീതിയുക്തവുമായിരുന്നതുകൊണ്ട് തന്നെ. സഹോദരരെ, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. സഹോദരരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് നാം അറിയുന്നു. സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്.
കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അമേരിക്കൻ കാർട്ടൂണിസ്റ്റായിരുന്നു ജിം ഡേവിസ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കാർട്ടൂൺ പരമ്പരയാണ് ഗാർഫീൽഡ്. ഈ ഗാർഫീൽഡിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളാണ് ഉള്ളത്. അതിലെ പൂച്ച ഉണ്ട്, അതിൻ്റെ പേര് ഗാർഫീൽഡ് എന്നാണ്. പിന്നെ ഒരു ചെറിയ നായ്ക്കുട്ടി, അതിൻ്റെ പേര് ഓടി എന്നാണ്. അതുപോലെ തന്നെ 3-ാമത്തെയാൾ അവരുടെ ഉടമസ്ഥനാണ്. ആ ഉടമസ്ഥൻ്റെ പേര് ജോൺ ആർബക്കിൾ എന്നാണ്. ഈ കാർട്ടൂൺ പരമ്പര വളരെ ലോകപ്രശസ്തമായ ഒന്നാണ്. ഇതിനെക്കുറിച്ച് സിനിമകളുണ്ടായിട്ടുണ്ട്, TV പരമ്പരകളുണ്ടായിട്ടുണ്ട്, വീഡിയോ കാസറ്റുകൾ, പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 2580ഓളം പ്രസിദ്ധീകരണങ്ങൾ ഈ കാർട്ടൂൺ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഗിന്നസ് ബുക്കിൽ ഇതിൻ്റെ പേര് ചേർക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും കിട്ടിയ വരുമാനം ഏകദേശം $100 കോടി കടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു കാർട്ടൂൺ പരമ്പരയായിരുന്നു ഈ ഗാർഫീൽഡ് എന്നതാണ്. ഈ ഗാർഫീൽഡിലെ കഥാപാത്രമായ പൂച്ചക്കുട്ടി ഗാർഫീൽഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഗാർഫീൽഡ് ഒരു പൂണ്ട മടിയനും ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലാത്തവനും തീറ്റപ്രിയനുമൊക്കെയാണ്. ഇവൻ ഒരു പണിയും ചെയ്യുകയില്ല. അവൻ വളരെ സ്വാർത്ഥനാണെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നതിൽ അവൻ പലപ്പോഴും വിജയിക്കുന്നതായിട്ട് നമുക്ക് ഈ കാർട്ടൂൺ പരമ്പരയിലൂടെ കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഈ കാർട്ടൂൺ പരമ്പരയിൽ എപ്പോഴും അവൻ ഒരു ആൻറ്റി ഹീറോയായിട്ടാണ് അവതരിക്കപ്പെടുന്നത്. അവന് ബുദ്ധിസാമർഥ്യവും കഴിവുമൊക്കെ ഉണ്ട്. ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓടി എന്ന ആ ചെറിയ നായ്ക്കുട്ടി അത് വളരെ പാവമാണ്. ഈ ഗാർഫീൽഡിൻ്റെ അത്രയും ബുദ്ധി സാമർഥ്യമൊന്നുമില്ല. പക്ഷേ യജമാനന് അവനെ ഇഷ്ടമാണ്. നല്ല കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ 2 കഥാപാത്രങ്ങളും ഒന്നിച്ചുള്ള ഒരു കോമിക് സ്ട്രിപ്പിലെ ഒരു കഥയാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു തണുപ്പുള്ള ദിവസം ഈ ഗാർഫീൽഡ് എന്ന പൂച്ചക്കുട്ടി മേശപ്പുറത്ത് കാലൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അടച്ചിട്ട ജനാലയുടെ അപ്പുറം ഈ ഓടി എന്ന നായ്ക്കുട്ടി തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അവന് കതകൊന്ന് തുറന്നു കൊടുക്കാനായിട്ട് ആംഗ്യഭാഷയിൽ പുറത്തുനിന്ന് കാണിക്കുന്നുണ്ട്. ഈ ജനൽ തുറന്നു കൊടുത്താൽ അവനുള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടി. അപ്പോൾ ഈ ഗാർഫീൽഡ് എന്ന പൂച്ചക്കുട്ടി തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമായി പോകുമല്ലോ എന്ന് പറഞ്ഞ് ഈ പൂച്ചക്കുട്ടി എഴുന്നേറ്റ് പോയിട്ട് ആ കർട്ടൻ വലിച്ച് അവൻ്റെ കാഴ്ച മറയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കഥ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് സങ്കടമോ അതോ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ഇത് ഗാർഫീൽഡിൻ്റെ പൊതുവെയുള്ള ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇതിലധികവും ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ക്രൂരമായ തമാശയുടെ പിറകിൽ കാർട്ടൂണിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ ആരെങ്കിലും ഇതുപോലെ പ്രവർത്തിക്കുന്നവരാണോ എന്നതാണ് ആ ചോദ്യം. ഈ ഗാർഫീൽഡിനെ പോലെ മറ്റുള്ളവൻ നമ്മുടെ ഒരു സഹായം തേടി വരുമ്പോൾ അവനെ കാണാതിരിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ച് വിടുന്ന ഒരു സാഹചര്യം നമ്മളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാറുണ്ടോ എന്നാണ് ഈ കാർട്ടൂണിസ്റ്റ് ചോദിക്കുന്നത്. മറ്റുള്ളവരുടെ കഷ്ടതകൾ വേദനകളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് കാണാത്തവരെ പോലെ നടന്നു പോകുന്നവരാണോ നമ്മിൽ പലരും? നമ്മളൊരു സഹായം ചോദിക്കുമ്പോൾ
നമ്മോടൊരു സഹായം ചോദിക്കുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കുന്നവരാണോ നമ്മൾ? നമ്മുടെ മുൻപിൽ നീതി നിഷേധിക്കുന്നവരെ കാണുമ്പോൾ നീതി നേടിക്കൊടുക്കുന്നവനായിട്ട് നമ്മൾ ഒരു ചെറുവിരലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനക്കാറുണ്ടോ? അങ്ങനെയില്ല എങ്കിലും നമ്മളും ഈ ഗാർഫീൽഡിൽ നിന്നും അല്പം പോലും വ്യത്യസ്തരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറഞ്ഞു, ലോകം ഒത്തിരി സഹിക്കുന്നുണ്ട്, അത് ദുഷ്ടരായ മനുഷ്യരുടെ ആക്രമണങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, മറിച്ച് പ്രത്യുത നല്ലവരെന്ന് കരുതുന്നവരുടെ മൗനം മൂലമാണ് എന്ന്. ഈ ബോണപ്പാർട്ടിൻ്റെ ആദ്യത്തെ പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. ലോകം സഹിക്കുന്നത് ദുഷ്ടരായ ആളുകളുടെ പ്രവർത്തനം കൊണ്ടല്ല എന്ന്. എന്നാൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ മൗനം മൂലം ഈ ലോകത്തിൽ മറ്റുള്ള ധാരാളം പേര് ഒത്തിരി കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും വേദനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നത്. മൗനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി അത് ഒരു പ്രവൃത്തിയുടെ അഭാവം കൂടിയാണ് നമ്മുടെ മൗനം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത്. ഗാർഫീൽഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതായിരുന്നു. തണുത്ത് വിറങ്ങലിച്ച ജനാലക്കരികിൽ വന്നു നിന്ന ആ ഓടിയെന്ന കൊച്ച് നായ്ക്കുട്ടിയെ വാതിൽ തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നതിന് പകരം അവൻ ആ കർട്ടൻ വലിച്ചിട്ട് അവൻ്റെ കാഴ്ച മറയ്ക്കുകയാണ് ചെയ്തത്. ഓടിയെപ്പോലെയുള്ളവർക്ക് നാം വാതിൽ തുറന്നു കൊടുക്കുമോ, അതോ അതിന് പകരം അവരുടെ ദുഃഖം കാണാതിരിക്കാൻ വേണ്ടി നാം നമ്മുടെ കർട്ടനുകൾ വലിച്ചിടുന്ന ഒരു സാഹചര്യമാണോ നമ്മൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്നത്തെ വായനയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, കുഞ്ഞുമക്കളെ നമ്മൾ വാക്കിലും സംസാരത്തിലുമല്ല സ്നേഹിക്കേണ്ട, മറിച്ചത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് എന്ന്. നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് മൗനം വെടിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണുന്ന സാഹചര്യങ്ങളിൽ മൗനം വെടിയുന്ന ആളുകളായിട്ട് നമുക്ക് തീരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും ഈ ദിവസം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പ് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. നമ്മുടെ ഇടവകയുടെ കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ പിടിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗുഡ്നസ് ചാനലിനെയും ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെയും നിങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനലിലൂടെയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റം വരെ പ്രഘോഷിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിനും എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങുന്നതിനുമായിട്ട് നിങ്ങൾ ഈ ചാനലിന് വേണ്ടിയും ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, ദുശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി, പൈശാചിക ശക്തികളുടെ പിടിയിൽ നിന്നും സ്വതന്ത്രരാകുന്നതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ധാരാളം പേരുണ്ട്. അവരെല്ലാവരെയും നമുക്കിപ്പോൾ ഓർക്കുകയും അവരെ സമർപ്പിച്ച് സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ചേർന്ന് ഒരു കൊന്തിയെങ്കിലും ചൊല്ലി ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ശിരസ് നമിച്ച് ഒരുങ്ങാം.
ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു പുതുഗാനം ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിയിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവർ, ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ എന്നോട് ഒപ്പം പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതവും നല്ല ഒരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.